ഹലോ എവരി വൺ, എല്ലാവർക്കും സുഖമാണെന്ന് ഉദ്ദേശിക്കുന്നു. എല്ലാവരും സ്ഥിരമായിട്ട് യു പി ഐ ഇടപാടുകൾ നടത്തുന്നവരാണ്. ആ നടത്തുന്ന യു പി ഐകൾക്ക് GST വരുന്നുണ്ടെന്ന് വാർത്ത കേട്ട് നിങ്ങളെപ്പോലെ തന്നെ പേടിച്ചിരിക്കുന്ന ആളാണ് ഞാനും. എന്നാൽ അതിൻ്റെ ഒരു ആശ്വാസമായിട്ടാണ് ഇന്ന് മീഡിയ വണ്ണിൻ്റെ ഒരു ഓൺലൈൻ ന്യൂസ് കണ്ട് അത് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വാർത്ത എന്താണെന്ന് നോക്കാം. ന്യൂഡൽഹി: ഇന്ത്യയിലും ആഗോളതലത്തിലും UPI അതായത് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇടപാടുകളുടെ ഉപയോഗം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി വാങ്ങുന്നതിന് മുതൽ ഓൺലൈനിൽ ഷോപ്പിംഗ് നടത്തുന്നവരെ ആളുകൾ UPI ഇടപാടുകളാണ് ഉപയോഗിക്കുന്നത്. ശരിയാണല്ലേ? UPI വഴി 2000 രൂപയിൽ കൂടുതലുള്ള ഇടപാടുകൾക്ക് നികുതി ചുമത്തുമെന്ന വാർത്തകൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉയർന്നു വന്ന അത്തരം വാർത്തകൾ വിശദീകരണവുമായി ധനമന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കുകയും അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. ഫിനാൻഷ്യൽ എക്സ്പ്രസ്സിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് GST ചുമത്താൻ സർക്കാർ തീരുമാനിക്കുന്നുണ്ടോ എന്ന് രാജ്യസഭാ MP അനിൽകുമാർ യാദവ് പാർലമെൻറ്റിൽ ചോദിച്ചിരുന്നു. എന്നാൽ 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് നികുതി ഈടാക്കിയില്ലെന്ന് ധനമന്ത്രാലയം സ്ഥിരീകരിച്ചു. 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് GST അതായത് ചരക്ക് സേവന നികുതി ചുമത്തുമെന്ന റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. GSTയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ GST കൗൺസിലിൻ്റെ ശുപാർശകൾ മാത്രം അടിസ്ഥാനമാക്കിയാണ് എടുക്കുന്നതെന്നും ഇതുവരെ അത്തരമൊരു ശുപാർശ നൽകിയിട്ടില്ലെന്നും അനിൽകുമാർ യാദവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി പറഞ്ഞു. GST കൗൺസിൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നും അതിൻ്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പുതിയ നികുതി അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും റവന്യൂ വകുപ്പ് സ്ഥിരീകരിച്ചു. എന്തൊക്കെയായിരുന്നു? UPI നിർത്തണം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ആശ്വാസമായില്ലേ? തുടർന്ന് വായിക്കൂ. നിലവിൽ വ്യക്തിയായാലും വ്യക്തി വ്യാപാരിയായാലും ഇടപാട് തുക പരിഗണിക്കാതെ ഒരു തരത്തിലുള്ള UPI ഇടപാടിലും GST ചുമത്തിയിട്ടില്ല. ഇത്തരം ജനപ്രിയമായ UPI പോലുള്ള പ്ലാറ്റ്ഫോമുകളുടെ ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ പ്രോത്സാഹിപ്പിക്കണമെന്നും കേന്ദ്രം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു ആശ്വാസമായി. ഇത് പേടിച്ചിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിനും ഇത് ഷെയർ ചെയ്തോളൂ. ഓക്കെ.